കല്ലൂർ നടക്കുന്ന കോട്ടൺ ഫാബ് 2025 ഫെസ്റ്റിന് ആരെങ്കിലും പോയിരുന്നോ? നിങ്ങളൊരു സാരി ലവർ ആണോ? അല്ലെങ്കിൽ കോട്ടൺ ലവേഴ്സ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യു മസ്റ്റ് വിസിറ്റ് ഹിയർ. അപ്പൊ ചോദിക്കാൻ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ? അല്ല, കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ സെറാമിക്കിന്റെ ഒരു വലിയ സ്റ്റോർ ആണുള്ളത്. വീടൊക്കെ മനോഹരമായിട്ടും ഒക്കെ ആഗ്രഹിക്കുന്നവർ മസ്റ്റ് ആയിട്ട് ഇവിടെ ഒന്ന് നോക്കണം. വെറൈറ്റി പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ ചെന്നപ്പോൾ നല്ല പെരുമഴയെ കഴിഞ്ഞ് എല്ലാത്തിലും വെള്ളം നിറഞ്ഞിരിപ്പുണ്ട്. മീഷോയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള വേസിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷെ മീഷോയിലെ പോലെ അത്ര റേറ്റ് ചീപ്പ് ഒന്നും അല്ല, അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സൂക്ഷിച്ചൊക്കെ നടക്കണം. കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാൽ നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും. പൊട്ടിയില്ലെങ്കിൽ പതുക്കെ എടുത്ത് തിരിച്ചു വെക്കുക. അതിന് തൊട്ടടുത്തൊരു ബജ്ജിക്കടയുണ്ട്. നിങ്ങൾ ആക്ച്വൽ ഷോപ്പിങ്ങിന് വരുന്നതാണെങ്കിൽ ഒരു ചായയും ബജ്ജിയും കഴിച്ചിട്ട് കയറിക്കോ. കാരണം അകത്തൊരു തുള്ളി വെള്ളം പോലും കിട്ടില്ല. തിരിച്ചെത്തുമ്പോഴേക്കും നമ്മളൊരു പരുവാകും. 2 years ബാക്ക് ഈ സെയിം മോളിൽ ചെരുപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും വാങ്ങുന്നില്ലെങ്കിൽ അവർ പറയുന്ന വിലയ്ക്ക് ചാടി കയറി യെസ് പറയരുത്. ഒരു നാണവും കാണിക്കാതെ കൊണ്ട് ബാർഗൈൻ ചെയ്യുക. നല്ല മൂടാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് കുറച്ച് തരും. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇൻവിസിബിൾ ചെയിൻ ലോട്ടസ് മാലയൊക്കെ ഉണ്ട്. 250 rupees ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. ഇട്ട് നോക്കിയെങ്കിലും ഈ മാല ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം വേറൊന്നുമല്ല, സ്വന്തമായിട്ടൊരു മാല ഉണ്ടാക്കി നോക്കിയാലോ എന്നൊരു ആലോചന ഇല്ലാതില്ല. ഇനി കാണുന്ന ഷോപ്പ് ഒരു രക്ഷയില്ല. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. ഈ ആന്റിക് ഫർണിച്ചേഴ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഇഷ്ടമാകും. റൂം മേക്കർ സീരീസ് നടക്കുവാണെങ്കിലും എന്റെ തീം ഇതില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ കൂടുതൽ കടന്ന് കറങ്ങാത്തത്. ബട്ട് ഒരു റീഡിംഗ് കോർണർ സെറ്റ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരുപാട് ഫർണിച്ചർ ഇവിടെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ആണ് കേട്ടോ. ഈ ഫെസ്റ്റിൽ തന്നെ ഏറ്റവും വലിയ ഷോപ്പ് ഇതാണ്. ആക്ച്വലി ഇതിന്റെ സെക്കൻഡ് വിസിറ്റ് ആണ്. ആദ്യം ഒരു തവണ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പോയതാണ്. ഇത് രണ്ടാമത്തെ തവണ എന്റെ അമ്മയും കുഞ്ഞിനെയും കൊണ്ടുവന്നത്. ഒരു കാര്യം കൂടി പറയട്ടെ, നമുക്ക് അത്ര ചീപ്പായിട്ട് സാധനം വാങ്ങാൻ പറ്റിയ ഒരു ഫെസ്റ്റിവൽ അല്ല കേട്ടോ ഇത്. കൂടുതൽ ഹാൻഡ് മെയ്ഡ് സാധനം ആയതുകൊണ്ട് തന്നെ അതിന്റെ മേക്കിംഗ് ചാർജും ട്രാൻസ്പോർട്ടേഷൻ ഫീ എല്ലാം അവർ ഇതിന്റെ റേറ്റിൽ ഇട്ടിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഹോൾസെയിൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ മാത്രമേ റേറ്റ് കുറച്ച് വരുത്തുള്ളൂ. ഇതുപോലുള്ള ജ്വല്ലറി ഷോപ്സ് 2-3 ഉണ്ട്. പുതിയ കളക്ഷൻ ആയിട്ടൊന്നും എനിക്കും തോന്നില്ല. പക്ഷേ ഒരുപാട് നോസ്പിൻ കളക്ഷൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണയേക്കാൾ ഡിഫറന്റ് ആയിട്ട് തോന്നുന്നത് ബെഡ്ഷീറ്റിന്റെ കട്ടന്റെ ഒക്കെ ഷോപ്പാണ്. കട്ടൻസ് എല്ലാം നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഡിസൈനും സൂപ്പറാണ്. ഒരു 600 റേറ്റിലൊക്കെ നമുക്ക് കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആക്ച്വൽ ഷോപ്പിങ്ങിന് വരുവാണെങ്കിൽ ഫുൾ സ്റ്റോർ ഒന്ന് ചെക്ക് ചെയ്യണം. റേറ്റും കളക്ഷൻസും എല്ലാം ഒന്ന് നോക്കി വെച്ചിട്ട് കമ്പയർ ചെയ്യണം. എന്നിട്ട് ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ ശ്രമിക്കണം. ഞാൻ ബാർഗെയിൻ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് 2000 സാധനം പോയി 1000 ചോദിക്കരുത്. അവർ തരൂല. കാരണം ചില ഫാബ്രിക്കിൽ അവരുടെ ഹാർഡ് വർക്ക് കൂടി ഉണ്ട്. അതിന്റെ വില നമ്മൾ കൊടുക്കണമല്ലോ. മീറ്ററിന് 200 rupees സ്റ്റാർട്ട് ചെയ്യുന്ന ഫാബ്രിക് മുതൽ 10,000 രൂപ മുതൽ തുടങ്ങുന്ന സാരി വരെ ഇവിടെ ഉണ്ട്. രാവിലെ 10:30 മുതൽ രാത്രി 9 മണി വരെ ഓപ്പൺ ആയിരിക്കും. ജൂലൈ 28 വരെ ഈ ഫെസ്റ്റ് കാണുള്ളൂ. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ലേറ്റ് ആകാതെ പോയി വാങ്ങിച്ചോളൂ. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോ കാണാം.